ഞങ്ങൾ അന്നും ഇന്നൊക്കെ ഒരുപോലെ തന്നെ. വെറും സീറോ വന്ന ആൾക്കാരാണ്. രണ്ടാളും കൂലിപ്പണിക്ക് പോയിരുന്ന ആൾക്കാരാണ്. ഡ്രസ്സ് ആയിക്കോട്ടെ, ഒരു ഫുഡ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു സാധനങ്ങളായിക്കോട്ടെ, അത് വാങ്ങാനുള്ള പൈസ ഞങ്ങളെ കയ്യിൽ ഇപ്പോൾ വന്നു. അതന്നെയല്ലേ ജീവിതത്തിൽ ഏറ്റവും വലുത്. ഇവന് ഒരു സ്റ്റേജിൽ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കെഞ്ചിയിട്ടുണ്ട്. അതൊന്നും പറ്റില്ല, ഇപ്പൊ ടൈമില്ല പോർന്ന് പറഞ്ഞിട്ട് ഇവനെ ആട്ടിയിട്ടുണ്ട്. ആ സ്റ്റേജിക്ക് അത്ര ജനം കൂടണ ആ സ്റ്റേജിക്ക് ഇവനെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചു. ഇവിടെ പറഞ്ഞു കേട്ടായിരുന്നു വാഴയില് ചാൻസ് മിസ്സായ സങ്കടമൊക്കെ രണ്ടുപേരും. ഞാൻ എൻ്റെ ലൈഫിൽ വിചാരിക്കാത്തൊരു മൊമെന്റാണ് ആ മൊമെന്റ്. ആരെ കൊണ്ട് എങ്ങനെ അതൊക്കെ ഒരു ചോദ്യോത്തരമായിട്ട് ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോ മൂപ്പര് കൈ തന്നോട് കൂടിയിട്ട് ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യും. ഉമ്മ ഉണ്ട്, ഉമ്മുമ്മ ഉണ്ട്, മകളുണ്ട്, മകനുണ്ട്, പാപ്പുണ്ട്. പാപ്പാക്ക് ഇപ്പൊ ഒരു അവിഹിതമുണ്ട്. എന്നെ ശരിക്കും ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തിന് അവരും പന്തികളുണ്ടോ ഒന്ന് നോക്കിക്കേ. ഇന്നലെ രാത്രി മാടമ്പള്ളി മുറ്റത്ത് വെച്ച് കണ്ട ആളിനെ അകത്ത് കെട്ടിയിട്ടുണ്ട്. ഒരുപാട്ട് മുടി പണിട്ടെന്നാ ചെന്നാനേ കേൾക്കുന്നത്. ഹായ് ഹലോ. സോഷ്യൽ മീഡിയയിലൂടെ വന്ന് മലയാളികളുടെ ഇഷ്ട താരങ്ങളായി മാറിയ മലപ്പുറത്തിന്റെ സ്വന്തം നസീർ ഷിക്കുവാൻ ലാല മലപ്പുറം. ഇപ്പൊ ഏറ്റവും പുതിയ സന്തോഷം എന്ന് പറയുന്നത് ബോളാഗോളം. അപ്പൊ എന്തൊക്കെയാണ് സിനിമയുടെ വിശേഷങ്ങൾ? ഒരുപാട് സന്തോഷം, നല്ല വിശേഷം, ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾ രണ്ടാളും ആഗ്രഹിച്ച പോലത്തെ ഒരു പടം ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരുമിച്ച് ചെയ്യാൻ പറ്റിയതിൽ. കാരണം ഞങ്ങൾ രണ്ടാളും കൂടെ ഒരുപാട് ആഗ്രഹിച്ചതാണ്, രണ്ടാളും കൂടെ ഒരുമിച്ച സിനിമ. അപ്പോൾ അത് തന്നത് നമ്മളെ യൂനിവേഴ്സ് കാപ്പ് ബോളാഗോളത്തിൻ്റെ ഡയറക്ടർ. ഒരുപാട് സന്തോഷം. പിന്നെ അതുപോലെ ഞങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുക എന്നുള്ളതും കൂടെ ഞങ്ങൾ ഇതിന് മുന്നേ ഡിസ്കസ് ചെയ്ത കാര്യം. അപ്പോൾ ഞങ്ങൾ ചെയ്യാൻ വിചാരിച്ച സംഭവങ്ങളാണ് ഈ പടത്തിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം. കാരണം ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചതാണ്. കോമഡിയും സെൻറ്റിമെൻറ്റും ഒരുമിച്ച് ചെയ്യാൻ ഒരു പടത്തിൽ അവസരം കിട്ടിയാൽ അത് ഈ പടത്തിൽ കിട്ടി. ലാസ്റ്റ് ചെറിയ ആക്ഷനും കിട്ടി ചെറുതായിട്ട്. അപ്പോൾ ഇപ്പം ഈ സോഷ്യൽ മീഡിയ കണ്ടന്റ്സ് ചെയ്തു, അതിലൂടെ ഒരു ഇപ്പൊ ഇത്രയും പേര് നിങ്ങൾ രണ്ടുപേരും അറിഞ്ഞു തുടങ്ങി. അതൊന്നും മാറി ഒരു സിനിമ ലൈഫിൽ ഇപ്പൊ എത്തി നിൽക്കുന്നു. അപ്പൊ ലൈഫിൽ ഇപ്പൊ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, അല്ലെങ്കിൽ ആ തുടക്കത്തിൽ നിന്ന് മാറി എന്തൊക്കെ ഇപ്പൊ പുതിയ നിങ്ങൾ രണ്ടുപേരും ക്യാരക്ടേഴ്സിൽ മാറി? ഞങ്ങൾ അന്നും ഇന്നൊക്കെ ഒരുപോലെ തന്നെ. കാരണം ഡെയിലി ഷൂട്ടാണ് ഞങ്ങൾക്ക്. ഈ പ്രൊമോഷൻ വർക്ക് ആവട്ടെ, അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇങ്ങനെ സിനിമകൾ കിട്ടുന്നത്. ഇതിപ്പോൾ ഞങ്ങൾ 3ാമത്തെ മൂവിയാണ്. അപ്പോൾ ഇതിപ്പോ ഇന്നിപ്പോ നിങ്ങളെ ഇന്റർവ്യൂ കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ തുണി മാറ്റിയിട്ട് അങ്ങനെ ഇറങ്ങുക ചെയ്യാ. അപ്പൊ അതില് ചേഞ്ചസ് ഒന്നുമില്ല. ഞങ്ങൾ തന്നെ എപ്പോഴും ഒരു ചേഞ്ചിങ് ആണ്. ക്യാമറ ഒരു പേടിയില്ലാതായി മാറി, സത്യം പറഞ്ഞ അല്ലേ. ലൈഫ് സ്റ്റൈലിലൊന്നും മാറ്റം വന്നിട്ടില്ല. ഇപ്പൊ ഈ ഒരു നിങ്ങൾ കൊമ്പങ്കാട്ട് കോയ ആ ഒരു തറവാട്ടിൽ കൺസെപ്റ്റ് തുടങ്ങുന്നു. അപ്പൊ അതിന്റെ മുൻപുള്ള ഒരു ലൈഫും അതിന് ശേഷമുള്ള ഒരു ലൈഫും അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വ്യത്യാസപ്പെടുത്താം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വെറും സീറോ വന്ന ആൾക്കാരാണ്. രണ്ടാളും കൂലിപ്പണിക്ക് പോയിരുന്ന ആൾക്കാരാണ്. ഞാൻ സെൻറ്ററിങ്ങിനും ഇപ്പം പെയിൻറ്റിങ്ങിനും. അങ്ങനെ ഞങ്ങളൊരു എന്തെങ്കിലും ആയിട്ടുണ്ടേ, ഞങ്ങളൊരു വീട് വെച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിലോ അതൊക്കെ നമ്മളെ റീലുമെന്നുള്ള വരുമാനം തന്നെയാണ്. സിനിമമെന്ന് നമുക്ക് അങ്ങനെ വരുമാനം വരാനായിട്ടില്ല. ഇപ്പൊ ഈ ഒരു കുഞ്ഞാപ്പൂനിലോട്ട് വരുമ്പോ ഈ ഒരു പ്രായത്തില് തന്നെ ഇപ്പൊ ഇങ്ങനെ ഒരു അഭിനയം അല്ലെങ്കിൽ അതും ആദ്യം റീൽസിലാണ് തുടങ്ങുന്നത്. സ്വാഭാവികമായിട്ടും വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നാട്ടുകാര് ആദ്യം പഠിച്ച് വല്ല പണിക്കും പോയിക്കൂടെ എന്നുള്ള ചോദ്യം കേട്ടിട്ടുണ്ടാവൂലേ അധികം? അതല്ല എനിക്ക് കേട്ടുള്ളത്. ആദ്യം കേട്ടത് ഈ പോയി മുടിയട്ടടാ, പോയി പഠിക്കടാ, അങ്ങനത്തെ ഓരോ കാര്യങ്ങളായിരുന്നു. ഞാൻ ആ ഒരു ടൈമിലും വീഡിയോ എടുത്ത് നടക്കേണ്ടിയിരുന്നു. അപ്പോഴാണ് ഇങ്ങനെയൊക്കെ ഓരോന്ന് കേട്ടത്. ഇപ്പൊ ആ വീഡിയോയിലൂടെ ആണ് ഇത്രയും പറഞ്ഞ ആൾക്കാരൊക്കെ വന്നിട്ട് അടിപൊളിയായിട്ട് ഉഷാറായിട്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു റിവെഞ്ച് വിജയം എന്ന് പറയുന്നത് ലൈഫിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു പ്രൗഡ് മൊമെന്റ്സ് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുമായിരുന്നു. ഇപ്പൊ ഈ ഒരു പ്രൗഡ് മൊമെന്റിൽ നിൽക്കുമ്പോൾ ലൈഫിൽ ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്ന് പറയുന്നത്, അതായത് പക്ഷെ മുൻപുണ്ടായ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഇൻസിഡൻസ് ആവാം, അല്ലെങ്കിൽ അതിന് ശേഷം വന്ന മൊമെന്റ് ആവാം, എന്തും ആവാം. അങ്ങനെ ഏതെങ്കിലും ഒരു മൊമെന്റ് ഷെയർ ചെയ്യാൻ മൊമെന്റ് ഷെയർ ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ വെറും സീറോയിലായിരുന്നു. ഇപ്പോഴാണ് നമ്മൾക്ക് ആഗ്രഹപ്പെട്ട ഒരു ഡ്രസ്സ് ആയിക്കോട്ടെ, ഒരു ഫുഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു സാധനങ്ങളായിക്കോട്ടെ, അത് വാങ്ങാനുള്ള പൈസ ഞങ്ങളെ കയ്യിൽ ഇപ്പോൾ വന്നു. അതന്നെയല്ലേ ജീവിതത്തിൽ ഏറ്റവും വലുത്. ആഗ്രഹമുള്ള ഒരു സാധനം മറ്റേ
അതൊന്ന് വാങ്ങിത്തരുമോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഒരേ ചെയ്ത് കണ്ട് പൈസ ഉണ്ട്, അപ്പോൾ ആ പൈസ ഒക്കെ ഞങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ്, ഇപ്പോൾ 2 കൂട്ട് ഡ്രസ്സ്, 2 ഡ്രസ്സ് നമ്മളൊരു കടയിൽ പോയിട്ട് 2 ഡ്രസ്സ് കണ്ടു എന്ന് വെക്കുക. അതിൽ ഒന്നെടുക്കാനേ നമ്മുടെ പൈസ ഉണ്ടാവുള്ളൂ, പക്ഷെ മറ്റേത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അത് വാങ്ങാൻ പൈസ കീശയിലുണ്ടാവില്ല. പക്ഷെ ഇന്ന് മൂപ്പരെത്തിച്ചിട്ട് ഞങ്ങൾ ആ 2 വാങ്ങിയിട്ടേ പോരുള്ളൂ. അതാണ് അപ്പത്തെയും ലൈഫ് ചേഞ്ചിങ്, മാറ്റം. ഇപ്പൊ ഈ സീറോന്ന് തുടങ്ങിയതാന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു മൊമെന്റില് നമ്മുടെ ലൈഫില് പലരും കൂടെ നിന്നിട്ടുണ്ടാവാം, കൂടെ നിൽക്കാത്തവരുണ്ടാവാം. അപ്പൊ അങ്ങനെ നിൽക്കാത്തവരായിട്ടുള്ള ആരെങ്കിലും, അല്ലെങ്കിൽ നമ്മളിപ്പോ ആ സമയത്ത് ഒരു ഹെൽപ്പ് ചോദിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേറുള്ളവരോട് ചോദിക്കുന്ന സമയത്ത് നമ്മളൊന്നും അല്ലാന്ന് കരുതി മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള അവസരങ്ങളിൽ പിന്നീട് അത് ഈ പറഞ്ഞ പോലെ കയ്യേറാൻ വരിക അല്ലെങ്കിൽ ഷെയ്ക്കാൻ വരിക, ആ ഒരു എന്നെ സംബന്ധിച്ചുണ്ടായിട്ടില്ല. പക്ഷെ ഇവൻ്റെത് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് ഒരാള് എനിക്ക് എന്തെങ്കിലും ചെയ്തുകൂടെ അങ്ങനെയൊന്നും ആയിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവന് ഒരു സ്റ്റേജിൽ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കെഞ്ചിയിട്ടുണ്ട്. ഫെയിം ആവാത്തതിന് മുന്നേ ആ സ്റ്റേജിൽ ഒരു മിമിക്രി ഞാൻ ചെയ്തോട്ടെ പ്ലീസ്, ഈ ഇപ്പോൾ പരിപാടിൻ്റെ ഇടയിൽ കൂടെ അതൊന്നും പറ്റില്ല, ഇപ്പോൾ ടൈമില്ല പോർന്ന് എന്ന് പറഞ്ഞിട്ട് ഇവനെ ആട്ടിയിട്ടുണ്ട്. ആ സ്റ്റേജിക്ക് അത്ര ജനം കൂടുന്ന ആ സ്റ്റേജിക്ക് ഇവനെ ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ട്. പറയുമ്പോൾ തന്നെ ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ട്. അങ്ങനത്തെ 2-3 അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇവൻ ഒരു സിനിമന്റെ ഓഡിയേഷന് പോയിട്ട് 3 ലക്ഷം റുപ്യ 4 ലക്ഷം റുപ്യ തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഹീറോന്റെ ഒപ്പം ത്രൂ ഔട്ട് ക്യാരക്ടർ തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഇവന്റെ അടുത്ത് 400 റുപ്യ വാങ്ങിയിട്ടാണ് പോണത്, ഓഡീഷന് പോണത്. എന്നിട്ട് തിരിച്ചു വന്നിട്ട് എന്നോട് ഈ സങ്കടം പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു കാലത്ത് ഈ 4 ലക്ഷം റുപ്യ അനക്ക് പ്രതിഫലം തന്നിട്ട് എൻ്റെ ഒരു പടത്തെ കോലി വിളിക്കും. അങ്ങനെ ഒരു സംഭവം ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊക്കെ നമ്മളെ മാറ്റങ്ങളാണ്. അതിപ്പോ ഒരു പടത്തേക്ക് നമ്മൾ ഇത്ര ആവട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള കഴിവും കാര്യങ്ങളൊക്കെ ഓനുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു സ്റ്റെപ്പോടെയാണ് നമ്മളെ ബോളാഗോളം. ഇപ്പൊ ആ ഒരു മൊമെന്റ് ആ ഒരു സ്റ്റേജിൽ കയറി, അപ്പൊ ഇപ്പൊ ഈ ഇൻസിഡന്റില് അപ്പൊ ആ ഒരു മൊമെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ എൻ്റെ ലൈഫിൽ വിചാരിക്കാത്തൊരു മൊമെന്റാണ് ആ മൊമെന്റ്. ഞങ്ങൾക്ക് ആവുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്, ബട്ട് ആരെക്കൊണ്ട് എങ്ങനെ, അതൊക്കെ ഒരു ചോദ്യോത്തരമായിട്ട് ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ മൂപ്പര് കൈ തന്നോട് കൂടിയിട്ട് ലൈഫ് തന്നെ ചേഞ്ചായി. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഒരാൾ മലപ്പുറം കിടക്കുന്നു, ഒരാൾ നിലമ്പൂര് കിടക്കുന്നു, ഒരു ജില്ലയുടെ തന്നെ 2 അറ്റത്തെന്ന് പറയാം. അപ്പൊ അങ്ങനെയുള്ളവര് എങ്ങനെയാണ് ശരിക്കും ഈ കൂട്ടിമുട്ടുന്നത്? നിങ്ങൾ തമ്മിലുള്ള ഒരു ബിസിനസ് പാർട്ട്നേഴ്സ് എന്നുള്ളതിനപ്പുറം ഒരു സുഹൃത്തുക്കളാണ്. ഈ പറഞ്ഞ പോലെ ബിസിനസ് കണ്ടന്റ് ആയിട്ട് പോകുന്നു, പല ലൈഫും നിങ്ങൾ തമ്മിൽ കണക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു കണക്ടിങ് മൊമെന്റ്, സ്റ്റാർട്ടിങ് പോയിന്റ് എന്തായിരുന്നു? ഞാൻ ജനിച്ചു വളർന്നത് മലപ്പുറത്താണ്, പൂക്കോട്ടൂര് എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചു വളർന്നത്. അവിടുന്ന് ആ ടൈമിൽ ഒരു ബാവ മലപ്പുറം എന്ന് പറഞ്ഞൊരു മൂപ്പര് ഫ്രണ്ട്. അപ്പൊ മൂപ്പര് കൂടെ ഞാൻ യൂട്യൂബിലൊക്കെ ഇങ്ങനെ വേഷങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവരൊക്കെ അങ്ങോട്ട് വരും, ഇവരെ കൂടെ വീഡിയോ ചെയ്യാം. അങ്ങനെ മൂപ്പര് എന്നൊന്ന് നോട്ട് ചെയ്തു. ഞാനൊന്ന് സ്കെച്ച് ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പൊ ഈ കുടിയന്റെ വേഷം അങ്ങനത്തെ വേഷങ്ങളൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവർക്കൊന്നും ആൾക്കാർക്ക് ഇവനെ ഒരുപാട് യൂട്യൂബിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ആർക്ക് എന്താ ചെയ്യണം എന്ന് ഇവനെ കൊണ്ട് കറക്റ്റായിട്ട് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ ഞാൻ സ്കെച്ച് ചെയ്തിട്ടാണ് ഞാൻ ഇവനെ വിളിക്കുന്നത്. ആ ടൈമിൽ ഞങ്ങളപ്പോൾ എനിക്ക് മമ്പാട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ട് വീട്. അങ്ങനെയാണ് ആ ടൈമിലാണ് ഈ ജോലിക്ക് പെയിന്റിങ്ങിനൊക്കെ പോകുന്ന ടൈമിലാണ് ഫസ്റ്റ് ആയിട്ട് ഒരു പ്രൊമോഷൻ വന്ന് പിന്നെ വിളിച്ച് പോയി. ഞങ്ങൾ ചെയ്തപ്പോൾ ഫസ്റ്റ് തന്നെ ആ വീഡിയോ 2-3 മില്യൺ വ്യൂസ് കയറി. അപ്പൊ തന്നെ ആ കോംബോ കെമിസ്ട്രി വർക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വീഡിയോ വന്ന് വർക്ക്ഔട്ട് ആയി. അതൊക്കെ ഞങ്ങളൊരു ഭാഗ്യമാണ്. അങ്ങനെ എന്നിട്ട് പിന്നെ അപ്പൊ അങ്ങനെയൊക്കെ ഓരോ പ്രൊമോഷൻസുകൾ പിന്നെ വന്നു തുടങ്ങി. പിന്നെ വർക്ക് ഒക്കെ മെല്ലെ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം പിന്നെ എനിക്ക് മനസ്സിലായി, എനിക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഇതിന്റെ ഒരു ഭ്രാന്തുള്ള ആളാണ്. നടുറോട്ടൊന്നൊക്കെ അഭിനയിക്കിട്ടോ. ഞങ്ങള് ക്യാമറ എവിടെ ഓൺ ആക്കിയിട്ടുണ്ട്, എന്ത് ക്യാരക്ടർ ആളുണ്ടോന്നൊന്നും ഞങ്ങൾ നോക്കൂല. ഏത് ക്യാരക്ടർ ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ അവിടെയൊക്കെ ആൾക്കാർ ഞങ്ങളോട് ചോദിക്കുന്ന ആൾക്കാർ ഇത്ര ആൾക്കാർ മുന്നിൽ എങ്ങനെ നിങ്ങൾ കരയണത്, എങ്ങനെ നിങ്ങൾ അഭിനയിക്കണം, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾ അടിക്കണത്, അതൊക്കെ ദൈവം തന്നൊരു കഴിവാണ് ഞങ്ങൾക്ക് ആള് കൂടുന്നിടത്തോളം ഇൻട്രസ്റ്റ് കൂടുകയും ഈ സ്റ്റേജിലായാലും അല്ലേ. ആണ്. അപ്പൊ എന്തായാലും ആ ഒരു ലൈഫ് വീട്ടിലൊക്കെ ഹാപ്പി അല്ലേ? എന്തൊക്കെയാണ് ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട്? 2 പേരുടെ ഉപ്പുണ്ട്, ഉമ്മ ഉണ്ട്, വൈഫുണ്ട്, 2 മക്കളുണ്ട്. എൻ്റെ വീട്ടില് ഉപ്പ, ഉമ്മ, അനിയത്തി, അനിയൻ, ഞാൻ.
അപ്പൊ എന്തായാലും ഹാപ്പി ഫാമിലി ആയിട്ട് അങ്ങനെ പോകുന്നു. അതെ. അപ്പൊ ഇനി അങ്ങോട്ട് ഇപ്പൊ സിനിമയിലൊക്കെ തുടങ്ങി വെച്ചു, അപ്പൊ എന്തൊക്കെ റോള് ചെയ്യാനാ ശരിക്കും ആഗ്രഹം? ഇപ്പൊ ഇതുപോലെ ഏത് റോള് തന്നാലും ചെയ്യാം. നമ്മൾ കണ്ടിട്ട് ഏത് റോള് വന്നാലും നമ്മൾ ചെയ്യാൻ ഓക്കെയാണ്. താല്പര്യങ്ങൾ പലതും ഉണ്ടാവാം. എന്നല്ല എനിക്ക് ഒരു പോലീസ് വേഷം ചെയ്യാൻ നല്ല താല്പര്യമുണ്ട്. ഒരു സിനിമയിൽ ഒരു നെഗറ്റീവ് റോളിൽ പോലീസ് വേഷം ഉണ്ടാവും, അങ്ങനത്തെ ചെയ്യാൻ താല്പര്യമുണ്ട്. അതേപോലെ ഒരു വയസ്സിന്റെ ഒരു വേഷം ചെയ്യാനും താല്പര്യമുണ്ട്. ഇവിടെ പറഞ്ഞു കേട്ടായിരുന്നു, വാഴയില് ചാൻസ് മിസ്സായ സങ്കടമൊക്കെ രണ്ടുപേരും. അതാരെങ്കിലും കേട്ട് അവസരം കിട്ടട്ടെ അല്ലേ, ബിഗ് സ്ക്രീനിലും വാപ്പയും മോനുമായിട്ട് രണ്ടുപേരെയും കാണാൻ പറ്റട്ടെ. തീർച്ചയായിട്ടും. അപ്പൊ ശരിക്കും ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ തുടങ്ങി കൊമ്പങ്കാട്ട് കോയ തറവാട്, ആ എങ്ങനെ ഒരു കുഞ്ഞാപ്പു, നമ്മൾ കാണുന്ന കുഞ്ഞാപ്പു അല്ല, ലുക്കേ വേറെ, സ്വഭാവം വേറെ, ഒക്കെ ടോട്ടൽ ഡിഫറെന്റ്, എങ്ങനെ ആ ഒരു കൺസെപ്റ്റിലോട്ട്? അത് വരാൻ കാരണം നമ്മളെ കൊറോണയാണ്. കൊറോണ സമയത്ത് ഒരുപാട് ആൾക്കാർ പറഞ്ഞു കുട്ടികളുടെ കയ്യിൽ, അതിൻ്റെ മുന്നേ കുട്ടികളുടെ കയ്യിൽ ഫോൺ കൊടുക്കരുത്. രക്ഷിതാക്കളും ടീച്ചേഴ്സും ഒക്കെ പറഞ്ഞത് കുട്ടികളുടെ കയ്യിൽ ഒരിക്കലും ഫോൺ കൊടുക്കരുത്. പക്ഷെ കൊറോണ വന്നതിന് ശേഷം നേരെ ഉൾട്ടായി ജീവിതം. പഠിപ്പൊക്കെ പിന്നെ ഓൺലൈനിലായി. അപ്പോൾ കുട്ടികളെ കയ്യിൽ നിർബന്ധമായിട്ട് ഫോൺ വേണം, വാട്സപ്പുള്ള ഫോൺ വേണം. അപ്പം നമ്മളെ മക്കളെ വെച്ചിട്ടാണ് ഇത് വിലയിരുത്തുന്നത്, നോക്കണത്. ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിപ്പ് കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് റീൽസാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഒരു ചിരിക്കണത് ഓടുക, ചാടുക, അടിക്കുക, വീഴുക, അങ്ങനത്തെ സാധനത്തിനാണ് ഇവർ ചിരിക്കണത്. അത് വെച്ചിട്ടാണ് ഞാൻ ഇവരെ ഈ കുട്ടികളെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ മുടി ഇതാക്കിയിട്ട് ഇപ്പം ഇതാവില്ലേ, അതൊക്കെ കുട്ടികളെ ക്യാച്ച് ചെയ്യാനുള്ള സംഭവങ്ങൾ. അന്ന് ഞാൻ അവരോട് പറയുന്നുണ്ട്, മക്കളെ നമ്മൾ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ കുറേ കാലം നമുക്ക് ഈ ഫീൽഡിൽ പിടിച്ച് നിൽക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഔട്ടാവും. അപ്പോൾ മക്കളാണ് ഞങ്ങളെ ഫാൻസ്, അവർ നമ്മളെ ആരാധകരല്ല, ഞങ്ങളെ അന്നാണ്. ഇപ്പൊ പുറത്തുള്ള കുഞ്ഞുമക്കളൊക്കെ ഫാൻസ് ആണ്. പക്ഷെ ഇത് ഫസ്റ്റ് വീഡിയോ ഇങ്ങനെ വയസ്സായിട്ട് ക്യാരക്ടറായിട്ടൊക്കെ ചെയ്ത സമയത്ത് വീട്ടില് സ്വന്തം മക്കളുടെ റിയാക്ഷൻ എന്തായിരുന്നു? ആദ്യമൊക്കെ അതൊന്നും വേണ്ട, ചെറിയ മോളൊക്കെ പറഞ്ഞത്, അതൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞത്. പിന്നെ അവരെല്ലാരും അത് നിങ്ങൾക്ക് അതാണ് ചേരാന്ന് പറയാം. പക്ഷെ അതിന്റെ ഇടയ്ക്ക് മൂപ്പര മോളെ കുഞ്ഞാപ്പ് ഉറുക്ക് പറഞ്ഞാലും പോയി കൊണ്ടുപോണ്ട് ഇന്ന മാത്രം അങ്ങനെ പ്രശ്നമുണ്ട്. എന്റെ ചെറിയ ഓനങ്ങൾ പാർക്ക് കൊണ്ടുപോകും, ഞങ്ങള് പാർക്ക് പ്രമോഷൻ ചെയ്യാനാ പോണത്. ഇവളതല്ല പറയണത്, ഇവള് പറയും നിങ്ങക്ക് കുഞ്ഞാപ്പുര ഈ കരിയും ചില ദിവസങ്ങൾ ചെന്നാൽ ഇവളെ മൂഡ് എന്താന്ന് നമുക്ക് അറിയില്ല. വീട്ടിൽ ചെല്ലുമ്പോഴാണ് ഇവളിങ്ങനെ ഇരിക്കണ്ടാവും, സങ്കടപ്പെട്ടിരിക്കണ്ടാവും. എന്തേ ഇന്ന് നിങ്ങൾ കുഞ്ഞാപ്പൂനെ ഒക്കെ എടുത്തിട്ട് ഉമ്മ കൊടുത്തില്ലേ, എനിക്ക് ഉമ്മ നിൽക്കണം, അങ്ങനെ ആ സംഭവങ്ങൾ, അങ്ങനത്തെ കുറച്ച് കംപ്ലൈന്റ് ഉണ്ട് വീട്ടില്. ഇവനെ ഞാൻ എടുത്ത് കൊണ്ടുപോകണു, തോളിൽ വെക്കണു, അങ്ങനെ. അപ്പൊ അടിക്കണേലും ഒരു പ്രശ്നമില്ല, കൊടുക്കുക. അതേപോലെ ഇവനെ കെട്ടിപ്പിടിക്കുക, ഇവനെ പാർക്ക് ഇവനെ എല്ലായിടത്തും കൊണ്ടുപോകണില്ലേ, അതൊക്കെ ഇവര് കാണില്ലേ. ദുബായിക്ക് കൊണ്ടുപോകണു, അങ്ങനത്തെ ഓരോ പരിപാടിക്ക് പ്രോഗ്രാമിനൊക്കെ പോകണു. അതൊക്കെ ഈ പനി മുടക്കി കൊണ്ടുപോകാന്നുള്ള ആ ഒരു ഇതിലാണ്. അപ്പൊ അതേപോലെ തന്നെ ചോദിക്കാനുള്ളത്, ഈ കുഞ്ഞാപ്പൂന്റെ ക്യാരക്ടർ ചെയ്തപ്പോ കോസ്റ്റ്യൂം മാറി, ലുക്ക് മാറി, ആകെ മാറി. ഫസ്റ്റ് വീഡിയോ കണ്ടപ്പോ വീട്ടുകാരെന്താ പറഞ്ഞേ? വീട്ടുകാർക്കൊന്നും പറയാനില്ല. കാരണം ഞാനൊക്കെ 4ാം ക്ലാസ് തൊട്ട് തന്നെ സ്റ്റേജിൽ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സ്കൂളുകളിലൊക്കെ ബെസ്റ്റ് ആക്ടർ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടാൻ തുടങ്ങി, നാടകത്തിലും അതിലും ഇതിലൊക്കെ. അപ്പൊ അന്ന് തൊട്ടേ ഇവർക്ക് അറിയാം എന്റെ മേലെ ഇങ്ങനെ ഒരു ക്രേസ് ഉണ്ട്. ഡാൻസ് കളിക്കും, ഞാൻ നന്നായിട്ട് ഡാൻസ് ചെയ്യും, മിമിക്രി ചെയ്യും. ഇതൊക്കെ ചെയ്യുമ്പോ അപ്പൊ ഇവർക്കൊക്കെ ആദ്യം അറിയാം. അപ്പൊ ഇവരൊക്കെ നല്ല സപ്പോർട്ടാണ് ഈ കാര്യത്തില്. മക്കള് ഒരു ഇതിലെത്താന്നുള്ളത് കാണുമ്പോൾ അങ്ങനെ എന്നെ വിട്ടിട്ടാണ് ഇപ്പൊ ഈ ഒരു നിലയിൽ സെറ്റ് ആയത്. നോർമലി ഓക്കെ ഈ പറഞ്ഞ സാധനം, പക്ഷെ ഞാൻ ചോദിച്ചത് അതല്ല. ഇപ്പൊ നോർമലി കുട്ടികളാകുമ്പോ സ്റ്റേജില്, സ്കൂളില് അതൊക്കെ ഓക്കെ. പക്ഷെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഇതുപോലൊരു ക്യാരക്ടർ, നമ്മളിപ്പോ വേറെ എന്തെങ്കിലും വേഷം ചെയ്യുന്ന പോലെ അല്ലല്ലോ, ഇത്രയും പോകുന്ന ഒരാള് കുട്ടികളെ പോലെ ഈ ഒരു കോസ്റ്റ്യൂമില്, ആ ഒരു കോപ്രായം പോലെ ചെറിയ നമ്മള് രസകരമായിട്ടാണ്, പോസിറ്റീവായിട്ട് പറയാണ്. അങ്ങനത്തെ ഒരു സാധനം ചെയ്യുമ്പോ ഫസ്റ്റ് വീഡിയോ ഇപ്പൊ ക്ലിക്ക് ആകുമ്പോ ഓക്കെ ത്രൂ ഔട്ട്, പക്ഷെ ഫസ്റ്റ് ഒരു സാധനത്തെ കാണുമ്പോ മോനെ ഇങ്ങനെ ഒരു ഇതില് കാണുമ്പോ ഉമ്മ എന്താ പറഞ്ഞേ? ഫസ്റ്റ് ഡയലോഗ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. പണ്ട് ഇങ്ങനെ ഇനി മുടിയൊക്കെ കെട്ടിയാണ്, ഇപ്പൊ മീശയും താടിയൊക്കെ ഉള്ളതുകൊണ്ട് അതേപോലെ തന്നെയാണ്, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അതാണ് ഞാൻ ചോദിച്ചത്, ഒരു ഡയലോഗ് എന്തായാലും ഫസ്റ്റ് ഉമ്മമാരെ കയ്യിൽ നിന്ന് കിട്ടേണ്ടതാണ്. രസമുണ്ട്, എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. പിന്നെ എന്താ പറയുക, നമ്മളെ അയൽവാസികളാവട്ടെ, നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാവട്ടെ, കുഞ്ഞാപ്പു എന്നുള്ള ഒരു കഥാപാത്രം അവരെ മനസ്സിലിന്റെ മുഖം കണ്ടു. പിന്നെ എവിടെ പോയാലും എന്നെ അങ്ങനെ വിളിക്കുള്ളൂ. ഈ പേരിനോട് എനിക്ക് താല്പര്യമില്ലാത്തൊരു ഇതുണ്ടായിരുന്നു. ഇവനെ ഈ പേര് ഞാൻ ഇടുമ്പോൾ ഫസ്റ്റ് ഞാൻ അവരോട് പറഞ്ഞു, നമുക്ക് ഇങ്ങനെ കൊമ്പക്കാട് എന്ന് പറഞ്ഞ തറവാട് ഉണ്ടാക്കണം. അതിൽ
2 കഥാപാത്രങ്ങൾ വേണം, ഇപ്പച്ചി മോനും. അത് ഞാൻ പറഞ്ഞു, അന്നെ ഞാൻ കുഞ്ഞാപ്പു എന്ന് വിളിക്കാറുണ്ട്. അതിലിപ്പം പറഞ്ഞു അത് വേണ്ട, കുഞ്ഞാപ്പു അതൊരു 15 പേര്, ഒരു ലുക്കില്ല. അത് ലുക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ കുഞ്ഞാപ്പു എന്നുള്ള പേരിലേക്കാരും നാളെ അറിയപ്പെടുക. ഒരുപാട് ഇന്റർവ്യൂവിൽ പറഞ്ഞതാണെങ്കിലും കുഞ്ഞാപ്പു എന്നുള്ള പേരിലേക്കാരും നാളെ അറിയപ്പെടുക. അങ്ങനെ പറഞ്ഞപ്പോൾ അത് പക്ക അതേപോലെ തന്നെ ആയി. ഞാനിപ്പോ ഈ ഇന്റർവ്യൂ തുടങ്ങുമ്പോ ശരിക്കും കൺഫ്യൂഷൻ ആയിരുന്നു. കോയാക്കാന്ന് വിളിച്ചു തുടങ്ങണോ, കുഞ്ഞാപ്പൂന്ന് വിളിച്ചു തുടങ്ങണോ, ഷിക്കൂന്ന് വിളിക്കണോ, ഏതാണ് ശരിക്കും ഇഷ്ടപ്പെടുക എന്നുള്ള കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ രണ്ടിന്റെ ഒരു മീഡിയത്തിൽ നിന്നങ്ങ് തുടങ്ങിയതാ. ഞങ്ങൾക്ക് ഒരുപാട് പേരുണ്ട് പുറത്തേക്ക് ഇറങ്ങിയ പലരും പലതാ വിളിക്കുക. ശരിക്കും അപ്പൊ ഇപ്പൊ ഈ ഒരു മൊമെന്റിൽ എന്ത് കേൾക്കുമ്പോഴാണ് കൂടുതൽ ഇഷ്ടം? ലാല ഷിക്കു എന്ന് വിളിക്കുന്നത് ആണ്. ഞങ്ങളെ പേര് കേൾക്കുമ്പോ തന്നെയല്ലേ. ആണ്. മറ്റേതൊരു തറവാട്, കുമ്പങ്ങാട് തറവാടാണ് ഞങ്ങളെ തറവാട്. ആ ഫാമിലിയില് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. ഉമ്മ ഉണ്ട്, ഉമ്മുമ്മ ഉണ്ട്, മകളുണ്ട്, മകനുണ്ട്, പാപ്പുണ്ട്. പാപ്പാക്ക് ഇപ്പൊ ഒരു അവിഹിതമുണ്ട് സൈഡില് സൈനുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോണ ഒരു തറവാടാണ് അത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ റീലല്ല, ഇത് സിനിമാ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു ഇതായിട്ടാണ് ഞങ്ങളൊക്കെ കാണുന്നത്. അത്രയും അതിനെ ആരാധിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ഞങ്ങളേതായിട്ടുള്ള പേരിൽ തന്നെ അറിയപ്പെടാനാണ് ലാല ഷിക്കു എന്നുള്ള ഇതിൽ തന്നെ അറിയപ്പെടാം. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് അവസരങ്ങൾ ഇനി ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും. ഇപ്പൊ ഫുട്ബോളിന്റെ ഒരു കഥ പറയുന്ന സിനിമയാണ്. അപ്പോൾ അതിന്റെ കൂടെ ഇപ്പൊ ചെറുപ്പത്തിൽ ഒരുപാട് ഓർമ്മകള് ഷൂട്ടിംഗ് സമയത്തൊക്കെ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കളിച്ചിട്ടുണ്ടെങ്കിലൊക്കെ. അപ്പൊ ശരിക്കും എന്തൊക്കെയാണ് ആ ഒരു ഓർമ്മകൾ ഉണ്ടായിട്ടുള്ളത്? അല്ലെങ്കിൽ ഒരു ഫുട്ബോളിനെ പ്രണയിച്ചവരാണോ രണ്ടുപേരും? ഫുട്ബോളിന് തീർച്ചയായും പറയാൻ വെച്ചാൽ നമ്മൾ സ്കൂൾ വിട്ട് വരിക, ഇതന്നെ ആയിരുന്നു പരിപാടി. ഇതുപോലത്തെ ഗ്രൗണ്ടുകൾക്ക് ഇറങ്ങുക, കളിക്കുക, നേരെ ഇരുട്ടായിട്ടേ വീട്ടിൽ എത്തുള്ളൂ. ഒരുപാട് കാലം ഉണ്ടായിട്ടുണ്ട്. ഗോൾ അടിച്ചിട്ടുണ്ടോ അതോ ഗോളാക്കിയിട്ടുണ്ടോ? കുറെ ഗോളും അടിച്ചിട്ടുണ്ട്, മറ്റേ അടിയും കിട്ടിയിട്ടുണ്ട്. ഞാൻ ഗോൾ കീപ്പറായിരുന്നു പണ്ടൊട്ടെ. എനിക്ക് അതിനോട് ഭയങ്കര ക്രൈസ് ആയി. കാരണം നടയിൽ കൂടെ ഒക്കെ ഗോൾ കൂട്ടി കളിയാക്കി പിന്നെ ഗോൾ കീപ്പറാണ്, ഗോൾ കീപ്പർ നിന്നിട്ട് നടങ്ങുള്ളൂ പറഞ്ഞിട്ട് അവിടെ നിന്നു. പിന്നെ കോച്ചൊക്കെ തരാൻ തുടങ്ങി, സേവിങ്സ് ഒക്കെ പഠിച്ചു തുടങ്ങി, കീപ്പിങ് എല്ലാ കാര്യങ്ങളും പഠിച്ചു. അങ്ങനെ അവിടെ വിവാറമങ്കര എന്ന് പറഞ്ഞ ഒരു ഇതിൽ ജൂനിയർ ഗോൾ കീപ്പറായിട്ട് എന്നെ തിരഞ്ഞെടുത്തു. അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കേണ്ട അവസ്ഥ വന്നപ്പോൾ ഇങ്ങനെ സൈഡാക്കി. അപ്പൊ അതിനൊക്കെ ശേഷം വീണ്ടും ഈ ഒരു ഫുട്ബോൾ ഓർമ്മകളൊക്കെ വന്നില്ലേ ഈ സിനിമയിൽ? സിനിമയിൽ വന്നപ്പോ, ഇതിന്റെ ലൊക്കേഷനിൽ വന്നപ്പോ നമുക്ക് ആ പഴയ ഒരു ഇത് കിട്ടി, ഒരു നൊസ്റ്റാളജി കിട്ടി, പഴയ പീരീഡ് കിട്ടി. അപ്പൊ ഈ ഷൂട്ടൊക്കെ അഭിനയിച്ച ശേഷം ഷോട്ടുകളൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഫ്രീ കിട്ടുന്ന ടൈമൊക്കെ അവിടെ ലൊക്കേഷനിൽ ഇരുന്ന് നിങ്ങൾ രണ്ടുപേരും ഈ ഒരു പഴയ മെമ്മറീസ് ഒക്കെ തമ്മിൽ ഷെയർ തമ്മിൽ ഷെയർ ചെയ്യാൻ നേരം വേണ്ട. അപ്പൊ ആരും വരൂല ഞങ്ങളടുത്ത്. ഞങ്ങളെ കാര്യം പറയാൻ തന്നെ ഒരു നേരവും കിട്ടുന്ന സത്യം പറയുകയാണെങ്കിൽ ആരെങ്കിലും വരും. ടൈം ഒരുമിച്ച് ഉണ്ടായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം പറയാൻ ടൈം കിട്ടുന്നില്ല. ഞങ്ങൾക്ക് വീഡിയോയിൽ മാത്രമേ അതിന് സമയം കിട്ടുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ആരെങ്കിലും ഒരാൾ വരും. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്താണ് അപ്പൊ മറ്റുള്ളൂ വരുന്ന അങ്ങനെ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു അല്ലെ? തീർച്ചയായിട്ടും. ശരിക്കും ഏതാ ടീം നിങ്ങളൊക്കെ? അർജന്റീന. രണ്ടുപേരും ആരുടെ ഫാൻ? മെസ്സി. രണ്ട് കൊമ്പങ്കാട്ട ഫാമിലി ഫാൻസിനും മെസ്സി ഫാൻസിനും കട്ട സപ്പോർട്ട് അല്ലേ? പക്ഷെ മോൾട്ടി വേറെയാണ്. മോൾട്ടി എംബാപ്പയാണ്, ഫ്രാൻസ്. രണ്ടും ഒരു മത്സരം ഉണ്ടാവാറുണ്ടോ കാണുമ്പോഴൊക്കെ? ബ്രസീലിനായിട്ട് മാച്ച് ചെയ്യുമ്പോ നമുക്കൊന്ന് ചെറിയല്ലേ അങ്ങനെ ഇതുള്ളൂ. ബ്രസീലിന്റെ കളിയിൽ നമ്മളെന്തായാലും അർജന്റീനന്റെ ഫാൻസ് ബ്രസീലിന്റെ കളി കാണുന്നത് എന്തിനാ? തോൽക്കാൻ വേണ്ടിയിട്ടാണ്. അത് നേരെ ഉൾട്ട അവിടുന്ന് ഇങ്ങോട്ടാണെങ്കിലും അത് തന്നെയാണ്. അല്ലാതെ ബ്രസീലിനായിട്ട് കളിക്കുന്ന ജപ്പാനായിട്ടല്ലല്ലോ നമ്മൾ കാണുന്നത്. നമ്മൾ ബ്രസീൽ വിരോധിയാണ്, അത്രേ ഉള്ളൂ. അത് എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ സിനിമ റിലീസ് ആവാൻ പോകുന്നു. പൊതുവെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ റീൽസ് ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നാണ്. നമ്മളിപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ കമന്റ് പെട്ടെന്ന് കിട്ടും. പക്ഷെ സിനിമ ഇനിയിപ്പോൾ റിലീസായി ഓഡിയൻസിന്റെ റെസ്പോൺസ് കിട്ടണം, തിയേറ്ററിൽ ഒരുപാട് ദിവസം ഓടണം, ഇങ്ങനെ ഒരു ലോങ് പ്രോസസ്സാണ് കിടക്കുന്നത്. അപ്പൊ അത് ആലോചിക്കുമ്പോൾ എങ്ങനെ ടെൻഷൻ ഉണ്ടാവും? ഫീഡ്ബാക്ക് കിട്ടുന്നത് അതും ഇതുവരെയുള്ള മാറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഡയറക്റ്റ് നമുക്ക് അറിയൂല, കമന്റ് വരില്ലല്ലോ. സിനിമയിൽ കമന്റ് ഇല്ല. മറ്റേ നമുക്ക് കമന്റ് വരുമ്പോൾ തിരുത്താൻ പറ്റും. സിനിമയിൽ കമന്റ് ഒരാൾ കണ്ട ഒരാളെ നമ്മൾ കാണണം, അപ്പോഴേ ഓല് നമ്മളോട് പറയുള്ളൂ. അത് നമ്മളോട് അത്ര ഇഷ്ടമുള്ള ആളാണെങ്കിൽ എന്താ വന്നിട്ട് പറയാ, പടം മോശമാണെങ്കിൽ നമ്മളോട് പറയും നന്നായിക്കണത്. പക്ഷെ അങ്ങനത്തെ അല്ല, ഒരു സത്യമായിട്ട് പറയുന്ന ഒരാളെ കാണണം, അപ്പോഴേ നമുക്ക് മനസ്സിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. ഇതിനെക്കുറിച്ച് ഇത് ഇങ്ങനെയൊക്കെ ആയിരുന്നു, അപ്പോൾ അതൊക്കെ അത് മാറ്റണം, ചേഞ്ച് ചെയ്യണം, ഇതൊന്നും ഇങ്ങനെ ഉഷാറാക്കായിരുന്നു, അങ്ങനെ ഉഷാറാക്കായിരുന്നു എന്നുള്ള
പക്ഷെ ഈ പടം കണ്ടിട്ട് നമ്മളോട് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് ഒരു ഒറ്റ അഭിപ്രായമാണ് അല്ലേ? ഒറ്റ അഭിപ്രായം പറഞ്ഞു, ചെയ്തത് രണ്ടാളും അടിപൊളിയായി എന്നുള്ളതാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ് മിമിക്രി ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു, ഒരൈറ്റം എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലും സൗണ്ട് എടുക്കും. ഞാൻ നമ്മളെ കുതിരവട്ടം പപ്പു ചേട്ടൻ്റെ വോയിസ് മണിച്ചിത്രത്താഴെ ദാസപ്പൂ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ, എൻ്റെ പെരുമാറ്റത്തിന് എന്തേലും പന്തികളുണ്ടോ ഒന്ന് നോക്കിക്കേ. ഇന്നലെ രാത്രി മാടമ്പള്ളി മുറ്റത്ത് വെച്ച് കണ്ട ആളിനെ അകത്ത് കെട്ടിയിട്ടുണ്ട്. വേറെ ആരുമല്ല, മാടമ്പള്ളിയിലെ പഴയ തമിഴിൽ തന്നെയാ. അസമയത്ത് അവിടെ നിൽക്കാതിരുന്നുണ്ടല്ലോ, ആയുസിൻ്റെ ബലം കൊണ്ടാ. 4 തകിട് കുഴിച്ചിട്ടുണ്ട്. എൻ്റെ ഈ തകിടത്ര മോശമൊന്നും അല്ല. സൂപ്പർ. ചില്ലറ കഴിവൊന്നല്ല കേട്ടോ, ഇവിടെ നിർത്തേണ്ട ആളല്ല. ഡാൻസ് ഇവിടെ എടുക്കാൻ പറ്റായിട്ടല്ല ഇവിടെ. അല്ല, അത് നമുക്ക് കട്ട് ചെയ്തിട്ട് ഞാൻ കളിപ്പിക്കുന്നുണ്ട്. അത് വേറെ അല്ല, അതിലോട്ട് ഞാൻ വരുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു റീൽസ് ഒക്കെ ചെയ്തു ചിരിപ്പിച്ച് എല്ലാരും ഈ കുഞ്ഞാപ്പുമായിട്ടൊക്കെ നടക്കുന്നു ഇവരെ കൂടെ. പക്ഷെ ഇതിന്റെ ഇടയില് ഇപ്പൊ കുറച്ചായിട്ട് ട്രാക്ക് ഒന്ന് മാറിയിട്ടുണ്ട്. കണ്ടിന്യൂസ്ലി ഫുൾ റീൽസ്, റീമേക്ക് വീഡിയോസ്, സോങ്സ്, ഹീറോ, ഫുൾ മൂവി സാധനങ്ങൾ പിടിക്കുന്നുണ്ട്. എന്താണ് ഉദ്ദേശം? അല്ല, അതങ്ങനെയൊന്നുമില്ല. നമ്മളെ കൊണ്ട് എല്ലാ ഇതും ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കാന്നുള്ളൂ. അങ്ങനത്തെ ഓരോന്ന് ചെയ്തോണ്ടല്ലേ സിനിമയൊക്കെ വിളിക്കുന്നത്. മനസ്സിലായി, അത് കാണാൻ വേണ്ടിട്ട് ഒരു റീലില് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റും, നമ്മളെ പെർഫോമൻസ് നമുക്ക് എന്തൊക്കെ, അതുകൊണ്ടാണ് നമ്മൾ സെൻഡി വീഡിയോസും ഓരോ സാധനങ്ങളും ചെയ്യണത്. ആരെങ്കിലും ഒരു ഫൈറ്റ് സീനോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ ഏതെങ്കിലും ഒരാളെ മുന്നിലേക്ക് എത്തട്ടെ, അല്ലെങ്കിൽ നമ്മളൊരു സങ്കട വീഡിയോ ചെയ്യുകയാണെങ്കിലൊക്കെ നമ്മളതാ പറയല്. ഏതെങ്കിലും ഒരു ഡയറക്ടർ മുന്നിലോ ഒരു കാസ്റ്റിങ്ങിൻ്റെ ഒരാളെ മുന്നിലോ എത്തിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ചാൻസ് കിട്ടിയാലോ. ഞാൻ കൂടുതൽ തമിഴിനോടെ പിടിക്കുക എൻ്റെ അക്കൗണ്ടിൽ. അതെന്താ വെച്ച് കഴിഞ്ഞാൽ തമിഴിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വിജയ് ഫാനാണ് പണ്ട് തൊട്ട്. ഇപ്പോൾ ശിവകാർത്തികനൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അതെ, കോസ്റ്റ്യൂമിൽ വന്നപ്പോ ഫസ്റ്റ് വന്നപ്പോ ഒരു വിജയ് ടച്ച് കൊണ്ടുവരുന്നു. പക്ഷെ ഞാൻ ജെന്യുനായിട്ട് പറയാം, ഇപ്പോൾ ആദ്യം നിങ്ങളുടെ നോർമൽ വീഡിയോസ് കാണാറുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഈ പറഞ്ഞ പോലെ ട്രാക്ക് മാറി തുടങ്ങിയപ്പോൾ ഏത് റീലാന്ന് എനിക്ക് ഓർമ്മയില്ല. ഫസ്റ്റ് ഞാൻ കണ്ട റീല് ഞാൻ അപ്പം ഇങ്ങനെ ആലോചിച്ചായിരുന്നു, റീമേക്ക് ആണ്, സിനിമ സീനാണ് ചെയ്യുന്നത്, പക്ഷെ സിനിമയിൽ കാണും എന്നൊരു തോന്നല് അത് കണ്ടപ്പോ. കാരണം നമ്മൾ സിനിമ കണ്ടതാണ്, സീൻസ് കണ്ടതാണ്, പക്ഷെ നമ്മൾ വേറൊരാള് റീമേക്ക് ചെയ്യുമ്പോൾ എല്ലാതൊന്നും വർക്കൗട്ട് ആവാറില്ല. പക്ഷെ ഇത് കണ്ടപ്പോ എനിക്ക് വർക്കൗട്ടായി തോന്നി. ഇനിയിപ്പോ തമിഴാണ് ഇഷ്ടം എന്ന് പറഞ്ഞു, അപ്പൊ തമിഴ് മൂവിയിൽ അഭിനയിക്കാനും ആഗ്രഹം കാണുമല്ലേ? പിന്നെ ഏറ്റവും കൂടുതൽ ആഗ്രഹം അതാണ്. മലയാളത്തിലല്ല, തമിഴ് പോയൊരു സിനിമ തമിഴ് പോവാൻ. നമുക്കോ? എനിക്ക് ഇവിടെ മലയാളത്തിലേക്ക് ഒതുങ്ങി കൂടിയാൽ മതി. അതെ, നമുക്ക് തമിഴൊന്നും വലിയ അങ്ങനെ അതായത് അത്ര വലിയ ഇതൊന്നും നമ്മള് എത്തട്ടെ. ഞാൻ ഡൗട്ട് ചെയ്യട്ടെ, ഇപ്പൊ തമിഴിൽ നിന്നാണ് ഒരു ഓഫർ വരുന്നത്, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ അച്ഛനും മോനും ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ അത്ര ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം, അത്ര ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയാണ്. ഞാൻ നേരത്തെ മൂപ്പർക്ക് തമിഴാണ് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ മൂപ്പർ റെഡിയായി. ആ ഒരു സാധനത്തിൽ തമിഴ് അറിയോ? തമിഴ് എന്ത് റിസ്ക് കൊടുക്കും അറിയും. അവിടെ തമിഴ് അറിയോ? എനിക്ക് അത്ര അറിയില്ല, എന്നാലും ചെറുതായിട്ടൊക്കെ കൊത്തും ഞാൻ പോയിട്ട് ഇങ്ങോട്ട് പറയുമ്പോ അത്രേ ഉള്ളൂ. അല്ലാതെ വിജയ് ഫാനാന്ന് പറഞ്ഞു, തമിഴിലൊരു വിജയുടെ ഡയലോഗ് വിജയ് ഫാൻസിനും കുഞ്ഞാപ്പു ഫാൻസിനും വേണ്ടിട്ട്. ഒരു വാട്ടി முடிவு பண்ணிட்டேன்னா നാനേ കേൾക്കാൻ മാട്ടേൻ. കുറച്ച് ആക്ഷൻ ഒക്കെ ഇട്ടിട്ട് പറയായിരുന്നു, ഇങ്ങനെ ഉറക്കം തൂങ്ങിട്ടൊന്നും പറയില്ലേ, അണ്ണ ഫാൻസിന് സഹിക്കൂല. ഇപ്പൊ അണ്ണ CM ആയില്ലേ, അപ്പൊ ഞങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി. മൂപ്പര് പടം ഇറങ്ങുമ്പോഴാണ് അതെ ജനന പണി നിർത്തിയിട്ടില്ല, പടത്തിന് വേണ്ടി പറയാം, റിലീസ് ആവാൻ വേണ്ടി കാത്തിക്കാണ്. ഫാൻ ഷോ ഒക്കെ എല്ലാ വിജയന്റെ എല്ലാ പടത്തിനും ഫാൻ ഷോക്ക് ഫസ്റ്റ് എത്തും ഞാൻ. അപ്പൊ നമ്മളൊരു ടീമാ. താങ്ക് യു. ഫസ്റ്റ് ഷോ ഫാൻ ഷോ. അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് പോട്ടെ. ഇപ്പൊ തമിഴിലൊരു ഓഫർ കിട്ടുകയാണെങ്കിൽ ആരെ കൂടെ അഭിനയിക്കാൻ ആഗ്രഹം? ആരപ്പം അഭിനയിക്കും, കഴിവ് എന്താന്ന് എന്നാലും ഒരു ഡ്രീം മൊമെന്റ്. ഇപ്പൊ ആള് CM ആയില്ലേ, നടക്കൂല. ആദ്യം ഇതിനു മുന്നേ ഇന്റർവ്യൂ എസ്കെന്റെ കൂടെ അണ്ണൻ ഈ പടം ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും. അല്ല അങ്ങനെ ആഗ്രഹം, ഏറ്റവും വലിയ ആഗ്രഹം അതാണ്. പക്ഷെ ചെയ്താൽ കിട്ടുകയാണെങ്കിൽ അത് തന്നെയാണ്. അമ്മക്കോ? എനിക്ക് അങ്ങനെ തമിഴില് അങ്ങനെ. മലയാളത്തില് മമ്മൂക്കാനോട്. മമ്മൂക്ക ഫാനാണ്. മമ്മൂക്ക ഫാനാണ്. ഇവിടെ ലാലേട്ടൻ ഫാൻ, മമ്മൂക്ക. പക്ഷെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ജഗതി ചേട്ടനെ. സൂപ്പർ. സീനിയർ മാത്രല്ല, ഒരു കൊമേഡിയനെ ഏതൊരു കഥാപാത്രം എളുപ്പം ചെയ്യാൻ പറ്റും.
കൊമേഡി മാത്രല്ല ഇപ്പൊ എല്ലാം അതാ പറഞ്ഞ ഒരു കൊമേഡിയൻ, ഒരാളെ ചിരിപ്പിക്കാൻ പറ്റുന്ന ഒരാൾക്ക് എല്ലാ റോളും എല്ലാ റോളും ചെയ്യാൻ പറ്റും. സെന്റിമെന്റ് ആയാലും ശരി, ഹീറോ ആണെങ്കിലും ശരി, റൊമാൻറ്റിക് ആണെങ്കിലും ശരി, എല്ലാം ചെയ്യാൻ പറ്റും. എനിക്ക് കൂടുതലും ഇഷ്ടം ജഗതി ചേട്ടനോട്. അതുകൊണ്ടായിരിക്കും ഇപ്പൊ എല്ലാം അങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നില്ലേ, കുറെ റൊമാൻസ് നമ്മളാരും കണ്ടു പഠിക്കല്ല, നമ്മളെ കയ്യിൽ നിന്ന് എന്താണ് എടുത്തിടാനുള്ളത് അത് മാക്സിമം ഞങ്ങള് വർക്കൗട്ട് ചെയ്യിക്കുന്നുണ്ട്. അതാണ് സംഭവം. ലാസ്റ്റ് ആയിട്ട് ഞാനൊരു കാര്യം കൂടി പറയാം. അത് നടക്കുമോ അല്ലേന്ന് എനിക്ക് അറിയില്ല, പക്ഷേ നിങ്ങളുടെ കാണുകയാണെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ലൈവായിട്ട്, സത്യം പറഞ്ഞ ഞാൻ കുഞ്ഞാപ്പൂനെ അടിക്കുന്ന ആ അടി ഉണ്ടല്ലോ, കോയാക്കാന്റെ ഫാനാ. ആ അടി കൊടുത്ത് വീണത് ലൈവായിട്ട് എനിക്ക് കാണണമെന്നുണ്ട്. അയ്യോ ഇപ്പോ അത് ഒരടി എങ്ങനെ ഇതിലോ കുഞ്ഞാപ്പൂ എക്സ്പ്രഷൻ. ഞാൻ കൊള്ള റെഡിയാണ്. ബട്ട് എന്താ അറിയോ, ഇത് ആ വേഷം കാര്യം കെട്ടല, ആ ഡയലോഗ്, നമുക്ക് ആ ഒരു സാധനം പക്കായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താ ക്യാരക്ടറായി മാറണം. ഇപ്പൊ ഇരിക്കണ ലാലു ചിക്കുമല്ലേ, അതും ബോളാഗോളും സിനിമന്റെ ആ ഒരു ഇത്. ഇതിലൊരു അടി വേണ്ട മതി. ഇതില് നമ്മൾ ഗോളടിക്കാം, ഇതില് ഗോളടിക്കാം. ഈ ഗോൾ അടിക്കണത് നേരെ ബോളാഗോളും സിനിമയ്ക്ക് തന്നെ. അപ്പൊ എപ്പോഴെങ്കിലും എനിക്ക് ആ അവസരം കിട്ടുമായിരിക്കും അല്ലേ, നേരിട്ട് കാണാൻ. നിങ്ങളെ നാട് എവിടെയെന്ന് പറഞ്ഞു? എന്റേതോ അങ്ങ് പാണ്ടിക്കാട് വരുന്ന മണ്ണേഴൊക്കെ ഇടയിൽ. അപ്പൊ അടി കാണണമെന്നുണ്ടെങ്കിൽ ലാലിനെ ബന്ധപ്പെടുക, നേരെ ഷൂട്ടിംഗ് സ്ഥലത്ത് വന്നാൽ മതി. ആ ഓഫർ എനിക്ക് തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വെറുതെ വിടുന്നു. ഓക്കെ. അപ്പൊ കാണാനുള്ള നിങ്ങളുടെ ഫാൻസ്, കൊമ്പങ്കാട് ഫാമിലിനെ ഇഷ്ടപ്പെടുന്ന, കുഞ്ഞാപ്പൂനെയും കോയാക്കേനെ ഇഷ്ടപ്പെടുന്ന അവരോട് എന്താ പറയാനുള്ളത്? അവരുണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്, ഈ സിനിമയിൽ വരെ. അവരോട് പറയാനുള്ളത്, ഞങ്ങളെ വീഡിയോക്ക് നിങ്ങൾ എത്ര സപ്പോർട്ട് തന്നോ അതുപോലെ തന്നെ ഈ സിനിമയിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. കാരണം അതൊക്കെ ഒരു തുടക്കമാണ്. അപ്പൊ ഇനിയും ഇതിലേറെ ഉഷാറാക്കിയിട്ടും നല്ല നല്ല സിനിമകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അച്ചീവ്മെന്റിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഏതായാലും വിജയിപ്പിക്കാം. അപ്പൊ എന്തായാലും ഇത്രയും നേരം ഇവിടെ അടിപൊളിയായിട്ട് ഞങ്ങളെ കൂടെ നിന്നതിന് ഒരുപാട് താങ്ക്സ്. ഇനി നിങ്ങളുടെ ആഗ്രഹങ്ങൾ, രണ്ടുപേരുടെ ആഗ്രഹങ്ങൾ ഒരുപാട് സക്സസ് ആവട്ടെ. അപ്പോൾ ഞങ്ങളെ ബോളാഗോളം എന്നുള്ള സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണും. വീഡിയോക്ക് സപ്പോർട്ട് ചെയ്ത പോലെ ഞങ്ങളെ സിനിമക്കും സപ്പോർട്ട് ചെയ്യുക, വിജയിപ്പിക്കുക. അതേപോലെ ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്ത രേഷ്മയ്ക്ക് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ